ഞാൻ എൻ്റെ രണ്ടാമത്തെ മോനെ ക്യാരിയിങ് ആയിരുന്ന സമയത്ത് എനിക്ക് അവൻ 5 മന്ത്സൊക്കെ ഞാൻ 5 മന്ത്സ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഭയങ്കര നടുവേദന സ്റ്റാർട്ട് ചെയ്തു. വന്ന് ഭയങ്കര ക്ഷീണിച്ച് എനിക്ക് തോന്നുന്നൊരു 10:30 ആ ഒരു സമയമൊക്കെ ആയിക്കാണ്. ഞാൻ വളരെ ടയേർഡായിട്ട് ജോലി നിർത്തി കഴിച്ചിട്ട് വന്ന് അങ്ങ് കിടക്കുവാണ്. ഞാൻ കിടക്കുന്ന മുറിയുടെ കതക് കടന്ന് ഒരാളിങ്ങി വരുക. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ രൂപത്തിലാണ്. എന്നിട്ട് അദ്ദേഹം വന്നിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് ഒത്തിരി വേദനയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഒത്തിരി വേദനയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ ശരി, ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറത്തിങ്ങനെ കുനിഞ്ഞിട്ട് എൻ്റെ പുറത്ത് എന്തോ ഒരു ഇങ്ങനെ ഇരുന്ന സാധനം നേരെയാക്കിയ പോലെയാണ് എൻ്റെ ഒരു ഫീല്. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ സമയം പോയി. അപ്പോൾ എനിക്ക് 9 മണിക്ക് തന്നെ ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് അയ്യോ സമയം പോയല്ലോ എന്ന് പറഞ്ഞ് സ്റ്റെപ്പ് വഴി ഓടി ഇറങ്ങി അങ്ങ് പോവുക. നേരത്തെ എനിക്കങ്ങനെ ഓടി ഇറങ്ങി പോകത്തില്ലായിരുന്നു, പക്ഷെ ഞാൻ ആ സമയത്ത് അത് റിയലൈസ് ചെയ്യുന്നില്ല. ഞാൻ ചായ എടുത്തിട്ട് വന്ന് ഞങ്ങളുടെ സെറ്റിയിലിരുന്നു. ഞങ്ങളുടെ സെറ്റി അന്നത്തെ സെറ്റി കുറച്ച് താന്നായിരുന്നു, ഇച്ചിരി ലോ ലേയിങ് ആയിരുന്നു. അതിൽ എനിക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇരിക്കുമ്പോഴേ വേദന വരും. ചായ കുടിച്ചിട്ട് എഴുന്നേക്കാൻ ഞാൻ എഴുന്നേക്കുക. എഴുന്നേറ്റപ്പോൾ ഒരു വേദനയില്ല. അപ്പോഴെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഞാൻ ഓടി ഇറങ്ങി വന്നു, ഇരുന്നു, എഴുന്നേക്കുന്നു, ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു നേരത്തെ. ഇതെല്ലാം എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് പുറം വേദന എടുക്കുമായിരുന്നു. ഇപ്പോൾ ഒരു വേദന ഇല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തു, ഇന്നലെ ഞാൻ കണ്ട ആ വിഷൻ, അതിനെക്കുറിച്ച് ഞാൻ ഓർക്കുക. അത് കഴിഞ്ഞു ഭയങ്കര സന്തോഷം. ഹായ് എവ്രി വൺ. സോ അഗെയിൻ ഒരു സാറ്റർഡേ ആഫ്റ്റർനൂൺ ആണ്. അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എൻ്റെ ആദ്യകാല പരിശുദ്ധാത്മ അനുഭവങ്ങളാണ് വിവരിച്ചത്. അപ്പോൾ അതിൻ്റെ അവസാനം ഞാൻ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം തിരിച്ചറിയാൻ സാധിക്കുന്നതെന്ന്. അതിനെക്കുറിച്ചുള്ള ക്ലാസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കുമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ്. എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വരം തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ വിവേചിക്കുന്നത്. ഒരു ബേസിക്കലി ഒരു ഡിസേൺമെൻറ്റിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സാണിത്. അപ്പോൾ ഡിസേൺമെൻ്റ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം നമ്മുടെ കർത്താവ് തന്നെയും പറഞ്ഞിട്ടുണ്ട്, അവസാന കാലത്ത് ഒത്തിരി കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും എഴുന്നേക്കും, കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിച്ച് കളയാനായിട്ട് ശ്രമിക്കുമെന്ന് നമ്മുടെ കർത്താവ് തന്നെ വാർണിംഗ് തന്നിട്ടുള്ളതാണ്. അപ്പം ഒരു ഡിസെപ്ഷനിലും പെടാതെ നമ്മളെ കാത്ത് സംരക്ഷിക്കുക എന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്, അല്ലേ? കർത്താവിനോട് അടുത്ത് ജീവിക്കുക, കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുക, പരിശുദ്ധാത്മാവ് നിറവിൽ ജീവിക്കുക. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് അതിൽ നമുക്കൊരു ഡിസെപ്ഷൻ വരാതിരിക്കുക എന്നുള്ളതും. ഞാൻ ചുറ്റും നോക്കുമ്പോൾ ഒത്തിരിയേറെ ഡിസെപ്ഷൻ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഓർത്തു വളരെ ബേസിക്കായിട്ടുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പറഞ്ഞു തുടങ്ങാമെന്ന്. കാരണം ഞാനിതിനെക്കുറിച്ച് ആലോചിക്കുമ്പം എൻ്റെ വർഷങ്ങളായിട്ടുള്ള ചിന്തകളും ആലോചനകളും ഞാൻ മനസ്സിലാക്കിയതും എല്ലാം കൂടെ എനിക്ക് പറഞ്ഞു വരണമെങ്കിൽ 2-3 മണിക്കൂർ പറഞ്ഞാലും എനിക്കത് മുഴുവനായിട്ട് പറഞ്ഞ് തീർക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അത്രയും കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ആലോചിക്കുമ്പോൾ. അതായത് ഇതിന് ഒത്തിരി ഡിമെൻഷൻസ് ഉണ്ട്, ഒത്തിരി എന്നാ പറയുന്നത്, ഒത്തിരി കാര്യങ്ങൾ നമുക്കിതിൽ വേണമെങ്കിൽ പറയാം. പക്ഷെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും ഒന്നും കിട്ടാത്തൊരവസ്ഥയാവുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു 3-4 പോയിൻറ്റ്സ് കവർ ചെയ്തുകൊണ്ട് ബേസിക്കിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ ക്ലാസ്സിൽ പറയും. പക്ഷേ വളരെ ഫണ്ടമെൻ്റലായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിട്ട് അതവിടെ ഇരിക്കണം, അല്ലേ? കേട്ട് കഴിഞ്ഞ ഉടനെ മറന്നു പോയാൽ ഒത്തിരി കാര്യങ്ങൾ കേട്ടാൽ അതാ ഒരു പ്രോബ്ലം. നമ്മൾ പകുതി കാര്യങ്ങൾ പിന്നെ ക്ലാസ് കഴിയുമ്പോഴേ മറന്നു പോകും. അതുകൊണ്ട് ഞാൻ ഭയങ്കര കട്ട് ഷോർട്ടായിട്ട് ഒരു 30 മിനിറ്റിൽ കൂടുതലായാൽ ആൾക്കാർ അത്രയും നേരം കേൾക്കുമോ, അവർക്കപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകത്തില്ലേ എന്നൊരു ഭയവും കൂടി എനിക്കുണ്ട്. അപ്പം ഞാൻ ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നുന്ന ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് കൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് ചിട്ടപ്പെടുത്തി തരുമെന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു എൻ്റെ തന്നെ കുറേ അനുഭവങ്ങൾ വെച്ചിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോഴത് ഓർമ്മയിൽ തങ്ങി നിൽക്കാൻ, അപ്പോൾ അത് മറന്നു പോകാതിരിക്കാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും, അല്ലേ? അപ്പോൾ എന്നെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ച് തന്ന കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്.
പല അനുഭവങ്ങളുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ച് തന്ന 1-2 അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ 2ാമത്തെ മോനെ ക്യാരിയിങ് ആയിരുന്ന സമയത്ത് അവൻ 5 മന്ത്സൊക്കെ ഞാൻ 5 മന്ത്സ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഭയങ്കര നടുവേദന സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാനൊരു IT പ്രൊഫഷണലാണല്ലോ. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഒരു രാവിലെ തൊട്ട് ഒരു വൈകിട്ട് വരെയും അങ്ങ് ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇരുന്ന് കഴിയുമ്പോൾ പൊസിഷൻ മാറാൻ മേല. ഇങ്ങോട്ട് തിരിഞ്ഞാൽ വേദന, അങ്ങോട്ട് തിരിഞ്ഞാൽ വേദന. ഒരേ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഇരുന്നാൽ കുഴപ്പമില്ല. എഴുന്നേൽക്കുമ്പം ഇങ്ങനെ പുറത്ത് ഭയങ്കര അടിക്കുന്ന മാതിരി ഒരു വേദന, ഒരു ഭയങ്കര സഹിക്കാൻ മേലാത്ത വേദന, അനങ്ങാൻ മേലാന്ന് തോന്നും. പിന്നെ അത് സ്റ്റേബിൾ ആകണം. പിന്നെ വീണ്ടും ഇരിക്കുമ്പോൾ വേദന, അങ്ങനെ കുറേ ബുദ്ധിമുട്ടായി. 5ാമത്തെ മാസമായപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ വിചാരിച്ചു, അന്നാണെങ്കിൽ ഞാൻ വളരെ ഒരു ക്രിട്ടിക്കൽ പ്രോജക്റ്റിലുമായിരുന്നു. അവരെന്നോട് കൂടുതൽ സമയം ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. സാധാരണ വർക്ക് ചെയ്യുന്നതിനേക്കാട്ടിൽ 1 hour എക്സ്ട്രായും കൂടെ വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ കൂടുതൽ നേരം ഇരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ 5ാം മാസത്തിൽ തന്നെ ഇത്രയും വേദനയാണെങ്കിൽ വയറ് വലുതാവും തോറും ഇതും കൂടി വരുമല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെ 9 മാസം വരെ ജോലി ചെയ്യുമെന്നൊക്കെ ഞാനിങ്ങനെ വിഷമിച്ചു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു ധ്യാനം കൂടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ധ്യാനത്തിന് പോകുമ്പോഴത്തേക്ക് എനിക്ക് വേണ്ടി ഈ നടുവിൻ്റെ വേദനയൊന്ന് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുക ഞാനിത് കാരണം. എനിക്കിപ്പം ഇരുന്നാൽ എഴുന്നേക്കാൻ മേല, തിരിയാൻ മേല, അങ്ങോട്ട് മാറാൻ മേല, അങ്ങനെ എനിക്കൊരു ഭയങ്കര വേദനയാണ് എന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു വിട്ടു. അപ്പോൾ അദ്ദേഹം ധ്യാനത്തിന് പോയി. ഒരു ബുധനാഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക്, ബുധനാഴ്ച വൈകിട്ട് ഞാൻ വന്ന് കിടക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ വീട് ഒരു ഡ്യൂപ്ലെക്സ് ഹൗസാണ്. അപ്പം ഞാൻ പയ്യെ സ്റ്റെപ്പൊക്കെ കയറി വന്ന് ഭയങ്കര ക്ഷീണിച്ച്, എനിക്ക് തോന്നുന്നൊരു 10:30 ആ ഒരു സമയമൊക്കെ ആയിക്കാണ്. ഞാൻ വളരെ ടയേർഡായിട്ട് ജോലി നിർത്തി കഴിച്ചിട്ട് വന്ന് അങ്ങ് കിടക്കുവാണ്. കിടന്നിട്ട് ഞാനിങ്ങനെ ഉറക്കത്തിലേക്ക് പയ്യെ നമ്മൾ വഴുതി വീഴുമെന്ന് പറയല്ലേ, ചെറിയൊരു ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ കാണുവാണ്, ഞാൻ കിടക്കുന്ന മുറിയുടെ കതക് കടന്ന് ഒരാളിങ്ങി വരുക. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ രൂപത്തിലാണ്, അതായത് ഒരു മനുഷ്യൻ്റെ അതേ രൂപത്തിലാണ്, പക്ഷേ പ്രകാശമാണ്. ഒരു പ്രകാശം കൊണ്ടൊരു മനുഷ്യനെ, ഒരു വെള്ള പ്രകാശം കൊണ്ടൊരു മനുഷ്യനെ ഉണ്ടാക്കി അങ്ങനെ ഇരിക്കും. ആ ഒരു രൂപത്തിൽ ഒരാളിങ്ങനെ കടന്നു വരുവാണ്. പക്ഷെ ഞാൻ പ്രകാശം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രകാശമല്ല, കണ്ണിന് താങ്ങാൻ മേലാത്ത അങ്ങനത്തെ പ്രകാശമല്ല, ഭയങ്കര ഒരു സൂതിങ് ആയിട്ടുള്ള ഒരു പ്രകാശമാണ്. പക്ഷെ ഞാനത് കാണുന്നത് എൻ്റെ കണ്ണുകൊണ്ടല്ല. അപ്പം ഞാൻ കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും എനിക്കത് കാണാം. മനസ്സിലായോ? കണ്ണുകൊണ്ടല്ല ഞാൻ കാണുന്നത്, അന്തരിന്ദ്രിയങ്ങൾ കൊണ്ടാണ് കാണുന്നത്, ബാഹ്യ ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല അത് കാണുന്നത്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യാം, എനിക്ക് കൃത്യമായിട്ട് അറിയാം, വരുന്നു, എൻ്റെ അവിടെ വരുന്നു, കട്ടിലിൻ്റെ അടുത്ത് നിൽക്കുന്നു, എനിക്ക് ഫീൽ ചെയ്യാം, എനിക്ക് കാണാം. പക്ഷെ കണ്ണുകൊണ്ടല്ല കാണുന്നത്. ഞാനിങ്ങനെ കിടക്കുവാണ്, തിരിഞ്ഞിങ്ങോട്ട് കിടക്കുവാണ്, പക്ഷെ എന്നാലും എനിക്ക് കാണാം പുറകിൽ നിന്നിങ്ങനെ വരുന്നതും അടുത്ത് നിൽക്കുന്നതൊക്കെ. എന്നിട്ട് അദ്ദേഹം വന്നിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് ഒത്തിരി വേദനയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ ഒത്തിരി വേദനയാണ്. നിനക്ക് സുഖമില്ലേ, നിനക്ക് ഒത്തിരി വേദനയാണോ ഇങ്ങനെയാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, അതെ എനിക്ക് ഒത്തിരി വേദനയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ ശരി, ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറത്തിങ്ങനെ കുനിഞ്ഞിട്ട് എൻ്റെ പുറത്ത് എന്തോ ഒരു ഇങ്ങനെ ഇരുന്ന സാധനം നേരെയാക്കിയ പോലെയാണ് എൻ്റെ ഒരു ഫീല്. എന്തോ ഒന്ന് വലിച്ചിങ്ങനെ നേരെ ഇട്ട പോലെ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇപ്പം എല്ലാം ശരിയായി എന്ന് പറഞ്ഞു. ഞാനങ്ങ് ഉറങ്ങുകയും ചെയ്തു കേട്ടോ. പക്ഷെ ആ ഒരു നിമിഷം ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് ആ സൗഖ്യം കിട്ടി, അതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ്. ഞാനൊരു ഭയങ്കര ഒരു പീസ്ഫുൾ സ്റ്റേറ്റിലാണ്. എന്നാ പറയുന്നത്, ഭയങ്കര ഒരു പീസ് ആ സമയത്ത് ഞാൻ അനുഭവിക്കുകയാണ്. അതായത് ആ സ്വരം എന്നോട് ചോദിക്കുന്നത്, നിനക്ക് സുഖമില്ലേ എന്നൊക്കെ ഞാൻ ഇപ്പം മലയാളത്തിൽ ചോദിച്ചല്ലോ, അതും ഞാൻ ചെവി കൊണ്ടല്ല കേൾക്കുന്നത് കേട്ടോ. പക്ഷെ ഞാൻ കേൾക്കുവാണ്, ഉത്തരവും ഞാൻ പറയുന്നുണ്ട്, ഞാൻ വായ കൊണ്ട് പറയുന്നില്ല, ഒക്കെ പെർസീവ് ചെയ്യുവാണ്. പക്ഷേ അങ്ങനെയാണ് ചോദിക്കുന്നെങ്കിലും ആ വോയിസിലെ കമ്പാഷനില്ലേ, അത് ഒരു ഭാഷ കൊണ്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും പറയും, എൻ്റെ ഭർത്താവ് ഭയങ്കര കമ്പാഷനേറ്റാണ്, എന്നോട് ഭയങ്കര സ്നേഹവും കമ്പാഷനുമാണെന്ന്. പക്ഷേ ആ പ്രകാശം കൊണ്ടുള്ള മനുഷ്യൻ എന്നോട് സംസാരിച്ച ആ സ്നേഹവും കമ്പാഷനും മനുഷ്യരായ ആർക്കും നമുക്ക് തരാൻ പറ്റത്തില്ല. അതൊരു ദൈവികമായ കമ്പാഷനാണ്, അതൊരു ദൈവികമായ സമാധാനമാണ്, അതൊരു ദൈവികമായ സ്നേഹമാണ് കേട്ടോ. ലോകത്തിലെ ഒന്നിനും നമുക്ക് തരാൻ പറ്റത്തില്ല. പക്ഷെ അത് എന്നെ ഭയപ്പെടുത്തുന്നേ ഇല്ല. ഞാൻ ഭയങ്കര ആ പീസിലങ്ങ് സോക്കായി, ഞാൻ ഉണരുന്ന പോലുമില്ല. എനിക്ക് മാറ്റർ പോലും ചെയ്യുന്നില്ല എനിക്ക് സൗഖ്യം കിട്ടിയോ എന്ന്. ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി.
അതൊരു ജെന്റിലാണ് ഭയങ്കര. ഏലിയ ഹോറേബിൽ കേട്ട ഒരു സ്വരമുണ്ടല്ലോ, കർത്താവ് ഏലിയയുടെ ആത്മാവിനോട് സംസാരിച്ച ദ സ്റ്റിൽ സ്മോൾ വോയിസ് അല്ലേ, ആ ഒരു മൃദുസ്വരം, അതിനോട് വേണമെങ്കിൽ എനിക്ക് കമ്പയർ ചെയ്യാം. അത്ര ഒരു പീസും എല്ലാമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ സമയം പോയി. അപ്പോൾ എനിക്ക് 9 മണിക്ക് തന്നെ ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് അയ്യോ സമയം പോയല്ലോ എന്ന് പറഞ്ഞ് സ്റ്റെപ്പ് വഴി ഓടി ഇറങ്ങി അങ്ങ് പോവുക. നേരത്തെ എനിക്കങ്ങനെ ഓടി ഇറങ്ങി പോകത്തില്ലായിരുന്നു, പക്ഷെ ഞാൻ ആ സമയത്ത് അത് റിയലൈസ് ചെയ്യുന്നില്ല. ഞാൻ ചായ എടുത്തിട്ട് വന്ന് ഞങ്ങളുടെ സെറ്റിയിലിരുന്നു. ഞങ്ങളുടെ സെറ്റി, അന്നത്തെ സെറ്റി കുറച്ച് താന്നായിരുന്നു, ഇച്ചിരി ലോ ലേയിങ് ആയിരുന്നു. അതിൽ എനിക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇരിക്കുമ്പോഴേ വേദന വരും. ഞാൻ ചായ എടുത്ത് അവിടെ ഇരുന്നു, ഒരു വേദന അനുഭവിച്ചില്ല, പക്ഷെ ഞാൻ ഓർക്കുന്നില്ലത്. ചായ കുടിച്ചിട്ട് എഴുന്നേക്കാൻ ഞാൻ എഴുന്നേക്കുക. എഴുന്നേറ്റപ്പോഴും ഒരു വേദനയില്ല. അപ്പോഴെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, അയ്യോ ഞാൻ ഓടി ഇറങ്ങി വന്നു, ഇരുന്നു, എഴുന്നേക്കുന്നു, ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു നേരത്തെ. ഇതെല്ലാം എൻ്റെ ഭയങ്കരമായിട്ട് എനിക്ക് പുറം വേദന എടുക്കുമായിരുന്നു. അയ്യോ ഇപ്പോൾ ഒരു വേദന ഇല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തു, അയ്യോ ഇന്നലെ ഞാൻ കണ്ട ആ വിഷൻ, അതിനെക്കുറിച്ച് ഞാൻ ഓർക്കുക. അത് കഴിഞ്ഞു ഭയങ്കര സന്തോഷം. പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യുവാണ്, ഇരുന്ന് കിടന്ന് നോക്കുന്നു, തിരിഞ്ഞു, അന്നത്തെ ദിവസം മുഴുവൻ ഇരുന്ന് നോക്കുന്നു, ചാടി എഴുന്നേക്കുന്നു, തിരിഞ്ഞു നോക്കുന്നു, എന്തൊക്കെ എനിക്ക് വേദന ഉണ്ടാക്കുമായിരുന്നു അതെല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ട് ഇതങ്ങ് കംപ്ലീറ്റ് അങ്ങ് പോയി കേട്ടോ. പിന്നെ ആ പ്രസവം വരെ, ആ ലാസ്റ്റ് കുഞ്ഞുണ്ടാകുന്ന വരെ എനിക്ക് ആ വേദന, ആ പ്രഗ്നൻസിയിൽ അങ്ങനെ ഒരു നടുവിൻ്റെ പ്രശ്നം വന്നിട്ടില്ല. പരിപൂർണമായ സൗഖ്യം എന്ന് എനിക്ക് കിട്ടി. ഞാൻ എൻ്റെ ഹസ്ബൻഡ് വരാൻ നോക്കിയിരിക്കാൻ, ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു വിഷൻ കണ്ടു, ഒരു പ്രകാശ നിറത്തിലുള്ള ഒരു ദൂതനാണോ കർത്താവാണോ ഒന്നും അറിഞ്ഞുകൂടാ, എൻ്റെ അടുത്ത് വന്നു. ഭയങ്കര കമ്പാഷനായിരുന്നു ആ വോയിസിന്, ഇതുപോലൊരു സ്നേഹസ്വരം ഞാൻ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭർത്താവ് ചോദിച്ചു എപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ വെനസ്ഡേ വൈകിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ധ്യാനം കൂടിയപ്പോൾ ശരിക്കും മറന്നുപോയി നിൻ്റെ കാര്യം പ്രാർത്ഥിക്കാൻ. അപ്പോൾ വെനസ്ഡേ വൈകിട്ട് ഞാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓർത്തു, അയ്യോ അവൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് പുള്ളി ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം എപ്പോഴാണോ പ്രാർത്ഥിച്ചത് അതേ സമയമാണ് എനിക്കിവിടെ അനുഭവം ഉണ്ടായത്. അപ്പോൾ ഇൻ്റർസെസറി പ്രെയറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം കേട്ടോ, എത്ര പ്രധാനമാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന്. അതാണ് ഒരു ദൈവാനുഭവം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ദൈവാനുഭവം ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്നാണ് ആ അനുഭവമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര പീസാണ്. അത് നമ്മളെ ഭയപ്പെടുത്തുന്നില്ല, അത് നമുക്ക് നമുക്ക് നല്ല സമാധാനമാണ്. നമ്മളെ ഒരു തരത്തിലും അത് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇത് കണ്ടു എന്ന് പറഞ്ഞ് ഞാൻ അജിറ്റേറ്റ് ആകുന്നില്ല, എൻ്റെ പീസിന് ഒന്നും ഡിസ്റ്റർബ് ആകുന്നില്ല, ഞാൻ അങ്ങനെ സമാധാനത്തോടെ അങ്ങ് ഉറങ്ങി കേട്ടോ. അങ്ങനെയാണ് ആ ദൈവാനുഭവം. ഇനി ഇങ്ങനെ 2-3 പ്രാവശ്യം എനിക്ക് ഈ പിശാചിൻ്റെ സാന്നിധ്യവും ഞാൻ ഇതുപോലെ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. എനിക്കിവിടെ ഇവിടെ അടുത്തൊരു കന്നഡ ധ്യാന കേന്ദ്രമുണ്ട്. ഭയങ്കര ഹോളി ആയിട്ട് ചെയ്യുന്ന ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നടത്തുന്ന ഒരു ധ്യാന കേന്ദ്രമാണ്. അപ്പോൾ അവിടെ അവിടുത്തെ ശുശ്രൂഷകരുടെ ധ്യാനത്തിന് ഒരു ക്ലാസ് എടുക്കാൻ അവിടുത്തെ ബ്രദർ ഞങ്ങളെ വിളിച്ചു. അപ്പം ഞാൻ പോയി ക്ലാസ് എടുക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ എങ്ങനെ ഈ പ്രകാശമാകുന്ന രൂപത്തെ കണ്ടോ അതുപോലൊരു ഇരുണ്ട രൂപത്തെ അങ്ങ് കാണുക കേട്ടോ. അതിനെന്തൊരു ദേഷ്യമായിരുന്നെന്നോ എന്നോട്. ആ ഇരുണ്ട രൂപത്തിന് എന്നോട് വെറുപ്പ്, എന്നോട് ഭയങ്കര ദേഷ്യം, കോപം. അതിന് പറ്റുമെങ്കിൽ അതെന്നെ കൊല്ലും, അത്രയ്ക്ക് വെറുപ്പാണ് എന്നോട്. എന്നിട്ടത് കഥവ് വലിച്ചടയ്ക്കുന്നു. അപ്പോൾ ഇതെല്ലാം അഗെയിൻ ഐ എം നോട്ട് സീയിങ് വിത്ത് ഐസ്. ഞാൻ മറ്റേത് കണ്ട പോലെ തന്നെ കണ്ണുകൊണ്ടാണ് കാണുന്നത്. ഒരു ഇരുണ്ട രൂപമുണ്ട്, പക്ഷെ എനിക്ക് ഫീൽ ചെയ്യാം, ഇറ്റ് ഈസ് ദെയർ, ഐ നോ ഇറ്റ് ഫോർ ഷുവർ. അത്ര എനിക്കറിയാം. എന്നെ വല്ലാതെ അജിറ്റേറ്റ് ചെയ്യുന്നു, എന്നെ വല്ലാതെ ഒരു ഭയം ഉണ്ടാക്കുന്നു. ഭയം എന്ന് പറഞ്ഞാൽ പേടിയാണോ എന്ന് ചോദിച്ചാൽ പേടിയല്ല, പക്ഷെ നമുക്ക് തന്നെ എന്തോ നമ്മൾ ആത്മാവ് ഇങ്ങനെ റിപ്പൽ ചെയ്യുമെന്ന് പറയത്തില്ലേ, എന്തോ നമുക്ക് വേണ്ട കണ്ണിങ്ങനെ അടച്ചിരിക്കാൻ. ഞാൻ കമന്ന് കിടന്നിട്ട് കണ്ണടച്ച് കാണണ്ട, അയ്യോ ദൈവമേ എന്നെ രക്ഷിക്കണമേ, ഈശോയെ അവിടുത്തെ തിരക്തത്താൽ എന്നെ കഴുകണമേ, മിഖായേൽ മാലാഖയെ സംരക്ഷണം തരണമേ, ഇങ്ങനെ അറിയാവുന്ന എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് ഇങ്ങനെ കണ്ണടച്ച് കിടക്കുമോ. എത്ര ഒരു വയലൻ്റ് അജിറ്റേഷനാണെന്നറിയാവോ. പിശാച് നമ്മുടെ സമീപത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര വയലൻസ്, ഒരു അജിറ്റേഷന്, ഒരു പീസില്ലായ്മ, എന്തൊക്കെയാണോ ഞാൻ ദൈവത്തിൽ നിന്ന് അനുഭവിച്ചത് അതിൻ്റെ എല്ലാം എക്സ്ട്രീം ഓപ്പോസിറ്റ്. ഇവിടെ കമ്പാഷനും ലവ് ആണെങ്കിൽ ഇവിടെ വെറുപ്പ്, ഹേറ്റ്രഡ്, എക്സ്ട്രീം ഹേറ്റ്രഡ്, എക്സ്ട്രീം ആങ്കർ, എല്ലാം ഓപ്പോസിറ്റാണ് കേട്ടോ. നമ്മുടെ ആത്മാവിലുണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു അജിറ്റേഷനാണ്.
അതാണ് എൻ്റെ ഒരു രണ്ടാമത്തെ ഒരു അനുഭവം. ഞാൻ കമ്പയർ ചെയ്യാനായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് പറയുവാണ്. മൂന്നാമത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം മാത്രം ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യം മാത്രം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബത്തിൽ നിന്ന് വേർപെട്ട് പോയ ഒരു കൊച്ചു പയ്യൻ, ഒരു 22 വയസ്സുള്ള ഒരു കുട്ടി പെട്ടെന്ന് അങ്ങ് മരിച്ചു പോയതാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ ജോലി ചെയ്യുന്നത്, വർക്ക് ഫ്രം ഹോമാണ്. അപ്പം ഞാൻ ഇവിടെ ഇരുന്നപ്പം എൻ്റെ ഈ കസേരയുടെ, അപ്പം ഞാൻ കയറി വരുമ്പം, ഞാൻ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ കയറി വരുമ്പം എൻ്റെ കസേരയുടെ അടുത്ത് ഇവനിങ്ങനെ നിൽക്കുന്ന കാണുക. എഗെയിൻ കണ്ണുകൊണ്ട് കാണുമല്ല, പക്ഷെ അവനവിടെ ഉണ്ട് എന്നെനിക്കറിയാം. എന്നിട്ട് അവൻ എന്നോട് പറയുക, ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പക്ഷേ എനിക്കൊന്നും തോന്നുന്നില്ല, അതായത് പേടി തോന്നുന്നില്ല, പീസും തോന്നുന്നില്ല, പേടിയും തോന്നുന്നില്ല. ഈ രണ്ടനുഭവം പോലെയല്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടോ പിള്ളേരോടോ സംസാരിക്കുമ്പോൾ എങ്ങനെയാണോ ഞാൻ സംസാരിക്കുന്നത് അതുപോലെ നോർമലായിട്ടും ഒരു പേടിയും തോന്നുന്നില്ല, അതെന്നെ ഒട്ടും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, ഒരു ഇതും തോന്നുന്നില്ല. അവൻ എന്നോട് പറയാം, ഒരു സ്നേഹം മാത്രം, ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവനോട് ചോദിക്കുക, നിനക്ക് അമ്മയുണ്ട്, സഹോദരിമാരുണ്ട്, ഒരു സഹോദരി സിസ്റ്ററാണ്, അവരെല്ലാം പ്രാർത്ഥിക്കുന്നില്ല നിനക്ക് വേണ്ടി, ഇനി ഞാനും കൂടെ എന്തിനാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയല്ല, ചേച്ചി പ്രാർത്ഥിക്കണം, ചേച്ചി പ്രാർത്ഥിക്കണം എന്ന് നിർബന്ധമായിട്ട് പറയുക എന്നോട്, ചേച്ചി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വൈകിട്ട് ഞാൻ ഓർത്ത്, ദൈവമേ എങ്ങനെ പ്രാർത്ഥിക്കും? ഞാൻ പ്രാർത്ഥിച്ച്, പക്ഷേ പിറ്റേ ദിവസം എനിക്ക് തോന്നുക ഇവന് വേണ്ടി കുർബാന ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞാനിവന് ഒരു 3 ആണോ 5 ആണോ എത്രയാണെന്നറിയാം, ഓർമ്മയില്ല, 7 ആണോ എന്ന് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല. ഏതായാലും ഒരു കുറച്ച് അധികം കുർബാന കൊടുത്ത്, ഒന്നല്ല കുറച്ചുകൂടെ കൂടുതൽ കുർബാന കൊടുത്ത് പ്രാർത്ഥിച്ചു അവന് വേണ്ടി. അവൻ എന്നോട് പ്രാർത്ഥിക്കണം എന്നല്ലേ പറഞ്ഞു, അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ പിന്നെ ഞാൻ അവനെ കാണുന്നില്ല. കുർബാന ചൊല്ലിയതിന് ശേഷം പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. പിന്നെ ഒരു ആത്മാക്കളെയും ഞാൻ കണ്ടിട്ടില്ല. അത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊരു ഓർമ്മപ്പെടുത്തലായിട്ട് അവൻ എൻ്റെ അടുക്ക വന്നതുപോലെ ഞാൻ അങ്ങ് കരുതുവാണ്. അതുകൊണ്ട് അത് ഇപ്പോൾ ഒരു വിഷയമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ശുദ്ധീകരണാത്മാക്കൾക്കും മരിച്ച ദൈവസന്നിധിയിലേക്ക് തിരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതൊരു നിയോഗമായിട്ടൊരു വിഷയമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ അതും ഒട്ടും നമ്മളെ ഭയപ്പെടുത്തുന്നില്ല. അപ്പം ഈ ഒന്നാമത്തെ ഡിസേൺമെൻ്റ് എന്ന് പറയുന്നത് ആ എഫക്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പീസാണോ, ജോയ് ആണോ, സമാധാനമാണോ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വഴി. അപ്പോൾ എനിക്കുണ്ടായ ഈ അനുഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര കൃത്യമായിട്ട് മനസ്സിലാവും അല്ലേ. കൃത്യമായിട്ട് മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ ഇതിലെനിക്ക് വലിയ കൺഫ്യൂഷനൊന്നും തോന്നുന്നില്ല, ദൈവമാണോ പിശാചാണോ എന്നൊക്കെ. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ പലരും ചില ആൾക്കാർക്കൊക്കെ വിഷൻ കാണുമെന്ന് പറയുമ്പം ഇത്രയും ക്ലാരിറ്റിയോടെ കാണണമെന്നില്ല എപ്പോഴും. ഇത്രയും ക്ലാരിറ്റിയോടെ അല്ല നമ്മൾ പലപ്പോഴും കാണുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ ആണെങ്കിൽ അതൊരു നമ്മുടെ മനസ്സിലേക്കൊരു ഇമാജിനേഷൻ പോലെ, ഒരു ചിന്ത പോലെ, അല്ല ഒരു പിക്ചർ പോലെ ഇങ്ങനെ വരാം. അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഒരു സ്വരം പോലെ ആയിരിക്കാം. ഞാനും അങ്ങനെ കേട്ടിട്ടുണ്ട്, സ്വരം. അത് ഞാൻ പറയുന്ന എൻ്റെ ഹൃദയത്തോട് സംസാരിക്കുന്ന കർത്താവിൻ്റെ സ്വരമെന്നാണ് ഞാനതിനെ പറയുന്നത്. അതെൻ്റെ തലയിലല്ല ഞാൻ കേൾക്കുന്നത്, എനിക്കത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. എൻ്റെ ഹൃദയത്തോട് സംസാരിക്കുന്ന കർത്താവിൻ്റെ സ്വരം എൻ്റെ ഹൃദയത്തിലാണ് ഞാനത് കേൾക്കുന്നത്. അപ്പം അത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കേട്ടിട്ടില്ലാത്ത കാര്യം, അല്ലെ എൻ്റെ മനസ്സിൽ ഇല്ലാത്ത കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഇമാജിനേഷൻ കൊണ്ട് പോലും എനിക്ക് അങ്ങനെ വരാൻ സാധ്യതയില്ലാത്ത ഒരു സ്വരം ഞാൻ കേൾക്കുവാണ്. അപ്പം അത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ കർത്താവിൻ്റെ സ്വരമാണോ അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ എങ്ങനെയാണ് എന്ന് കൃത്യമായി ഡിസേൺ ചെയ്യുന്നത്. ഇവിടെ ഇച്ചിരി ഒരു ഡിസെപ്ഷൻ നടക്കാൻ സാധ്യത കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമ്മളിവിടെ ചെയ്യണം. ഒന്നുകിൽ ഇത് ദൈവത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ പിശാചിൽ നിന്നാകാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇമാജിനേഷനാകാം. ചിലരൊക്കെ കർത്താവിൻ്റെ വിഷന് വേണ്ടി ഇങ്ങനെ ദാഹിച്ച് ഒരനുഭവം ഉണ്ടായി, ഇനി എന്നും വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ തന്നെ സ്വന്തം ഇമാജിനേഷനായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം സ്വരമായിരിക്കും കേൾക്കുന്നത്, അല്ലെങ്കിൽ പിശാചിൻ്റെ സ്വരമായിരിക്കും കേൾക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പം ദൈവത്തിൻ്റെ സ്വരമായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ കൃത്യമായിട്ട് വിവേചിക്കാം. അപ്പം എഗെയിൻ പിശാചിൽ നിന്നാണെങ്കിൽ പിശാചിൻ്റെ സ്വരമാണെങ്കിൽ അജിറ്റേഷൻ വരും, ദൈവസ്വരമാണെങ്കിൽ പീസാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്വരമാണെങ്കിലല്ലേ, എൻ്റെ ഒരു അനുഭവമാണ്, അതിനകത്തൊരു കൺഫ്യൂഷനില്ല. ദൈവസ്വരം നമ്മളോട് സംസാരിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഉറപ്പാണ്, അല്ലെ ക്ലിയറാണ്, അല്ലെങ്കിൽ ഞാൻ പറയും ക്രിസ്റ്റൽ ക്ലിയറാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ദൈവ വചനമായിരിക്കും ഞാൻ കേൾക്കുന്നത്, അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് എനിക്ക് ഫുള്ള് ആ ഒരു നിമിഷം ഇത് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് മനസ്സിലാവുക. എന്നിട്ട് എനിക്കതിനെപ്പറ്റി ഒരു സംശയമില്ല, ഒരു കൺഫ്യൂഷനില്ല. നമ്മൾ പറയല്ലേ, ഉറപ്പാ അങ്ങനെയാണ് എന്നൊരു ചിന്ത. അതായത് ദൈവം വളരെ സിമ്പിളായിട്ട്, വളരെ എന്താ പറയുന്നത്, ഒരു കൺഫ്യൂഷനും ഇല്ലാതെ, ഒരു കെയോസും ഇല്ലാതെ, ഒരു എക്സാജറേഷനും ഇല്ലാതെ നമ്മളെ അത് പൂർണ്ണമായിട്ട് അങ്ങ് മനസ്സിലാക്കി തരും.
പക്ഷെ പിശാചങ്ങ് സംസാരിക്കുമ്പോഴില്ലേ ഒരു അജിറ്റേഷനാണ്, ഒട്ടും ക്ലിയർ അല്ല, കെയോസാണ്, എന്ത് ചെയ്യണം എന്നറിയത്തില്ല, ഇറിറ്റേഷനാണ്. മനസ്സിലായോ? ഇതൊക്കെ എന്താണോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പിശാചിൻ്റെ സ്വരം. ഇനി നമ്മുടെ തന്നെ സ്വരമാണ് കേൾക്കുന്നെങ്കിൽ അജിറ്റേഷനും പീസും ഒന്നുമില്ല, പക്ഷേ ചുമ്മാ നമ്മൾ എന്തോ കേൾക്കുന്നു. അപ്പം പിശാചിൻ്റെ സ്വരമാണെങ്കിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നിങ്ങൾ മറക്കരുത്, നമ്മുടെ വാനിറ്റിയെ ഉണർത്തുന്ന പോലത്തെ എന്ത് സ്വരം കേട്ടാലും, അതായത് വാനിറ്റി എന്ന് ഞാൻ പറയുമ്പം നമ്മുടെ അഹങ്കാരത്തെ, അതായത് നിങ്ങളൊരു ഭയങ്കര പുള്ളിയാണ്, ഭയങ്കര ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഭയങ്കര സ്പെഷ്യലാണ്, ദൈവത്തിൻ്റെ ചോസണാണ്, ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുവാണ്, നിങ്ങളെപ്പോലെ മറ്റൊരാളില്ല എന്നൊക്കെ പറഞ്ഞ് ദൈവം അടിച്ചങ്ങ് പൊക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും 100% പിശാചിൻ്റെ സ്വരമാണ്. അല്ലെ നമ്മുടെ തന്നെ സ്വന്തം വാനിറ്റിയാണ്, ദൈവസ്വരം അല്ല കേട്ടോ. അപ്പോഴേ റിജക്റ്റ് ചെയ്തേക്കുക, അപ്പം തന്നെ റിജക്റ്റ് ചെയ്തേക്കുക, യാതൊരു സംശയമില്ല. ദൈവസ്വരം നമ്മളെ അത്യധികമായ എളിമയിലേക്കാണ് നയിക്കുന്നത് കേട്ടോ. വലിയ അനുതാപത്തിലേക്കും എളിമയിലേക്കും നയിക്കും. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക, അതൊരു കോംപ്ലക്സോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ ഒന്നുമല്ല. ഞാൻ ആരാണെന്നും ക്രിസ്തു ആരാണെന്നും ഉള്ള ഒരു വലിയ ഒരു മനസ്സിലാക്കലാണ്. അതെനിക്ക് വാക്കുകളോണ്ട് പറയാൻ പറ്റത്തില്ല, പക്ഷെ അത് വലിയൊരു എളിമയിലേക്ക് നമ്മളെ നയിക്കും. അത് കോംപ്ലക്സ് അല്ല, ദൈവം നമുക്കൊരു വലിയ ഡിഗ്നിറ്റി തന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഭയങ്കര വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ വിലയുണ്ട്. പക്ഷേ നമുക്കൊരു എളിമയുടെ ഒരു ആത്മാവ്, എളിമയിലേക്ക് നമ്മളെ നയിക്കും ആ ദൈവിക സ്വരം. എന്ത് നമ്മളെ വാനിറ്റിയിലേക്ക് നയിക്കുന്നോ അത് പിശാചിൻ്റെ സ്വരം. അത് ശ്രദ്ധിക്കുക. നിങ്ങൾ സ്പെഷ്യലാണ്, ചോസണാണ്, അതാണ്, മറ്റേതാണ്, തേങ്ങയാണ്, അങ്ങനെയെല്ലാം പൊക്കി പറയുന്നല്ല പിശാചിൻ്റെ സ്വരം. ദൈവസ്വരം നമ്മളെ എളിമയിലേക്ക് നയിക്കും കേട്ടോ. എനി സോർട്ട് ഓഫ് എക്സാജറേഷൻ, ഡ്രാമ, അതെല്ലാം പിശാചിൽ നിന്ന് വരുന്ന. ദൈവത്തിന് അങ്ങനെയൊന്നുമില്ല. ദൈവം ഭയങ്കര പേഷ്യൻ്റാണ്, ഭയങ്കര എന്താ പറയുന്നത്, കാമാണ്, പീസ്ഫുള്ളാണ്, ഒരു എക്സാജറേഷനും ഇല്ല, ഒരു വാനിറ്റിയും പാമ്പർ ചെയ്യത്തില്ല, നല്ല പീസ്ഫുള്ളാണ്. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരു വിഷമിപ്പിക്കുന്ന കാര്യമാണ് ദൈവം നമ്മളോട് പറയുന്നതെങ്കിൽ പോലും, അല്ലെ ആവശ്യപ്പെടുന്നെങ്കിൽ പോലും അത് പീസോടെ എടുക്കാൻ നമുക്ക് പറ്റും. പലപ്പോഴും ദൈവം നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അതിനുള്ള ഒരു വിഷമം മാറ്റുമെന്നോ ഒന്നും പറയത്തില്ല. പക്ഷെ ദൈവം തരുമ്പോൾ എനിക്കതൊരു എത്ര വിഷമിപ്പിക്കുന്ന കാര്യവും നമുക്ക് പീസ്ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും. അതേസമയം പിശാച് വലിയ പൊക്കി അടിച്ച് പറയുന്ന കാര്യം പോലും നമുക്ക് ആ പീസ് കിട്ടത്തില്ല. മനസ്സിലായോ? ആ സ്പിരിറ്റിൻ്റെ വ്യത്യാസം അങ്ങനെയാണ്. അപ്പോൾ ഹോളി സ്പിരിറ്റാണ് നമ്മളോട് സംസാരിക്കുന്നതെങ്കിൽ ആ സ്വരം അത് ഡിസേൺ ചെയ്യാനും കൂടെ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റിൻ്റെ സ്വരം നമ്മൾ കേൾക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പല കാര്യങ്ങളിലും നമുക്കത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ. പക്ഷേ ഡിസേൺ ചെയ്തില്ലെങ്കിൽ അത് അതിനെക്കാട്ടിലും പ്രശ്നമാണ്. നമ്മൾ ഡിസെപ്ഷനിലേക്ക് പോകും. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അപ്പം ഞാൻ 3-4 പോയിൻ്റാണ് ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ആ പീസ് ദൈവം തന്നത് മനസ്സിലായല്ലോ. രണ്ടാമത്തെ ഈ വാനിറ്റിയെ പറ്റി, വാനിറ്റി അത്. മൂന്നാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഈ ഒരു വിഷൻ കണ്ടു, ഒരാൾ പറയുവാണ് എന്നോട്, ഞാനിങ്ങനെ ഒരു വിഷൻ കണ്ടു, ഭയങ്കര ക്ലിയറായിട്ട് ഈശോ വന്ന് എന്നോട് പറഞ്ഞു കൺഫെഷൻ വേണ്ടാന്ന്. എന്ത് വിഷൻ കിട്ടിയാലും നമ്മൾ ബൈബിളുമായിട്ട് തട്ടിച്ച് നോക്കുക, വചനമായിട്ട് തട്ടിച്ച് നോക്കുക, വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുക. അതിന് കോൺട്രഡിക്ടറി ആയിട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ പിശാചിൽ നിന്നാണ്. ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതിനെതിരായിട്ടൊരു സുവിശേഷം മാനവൻ വന്ന് നിങ്ങളോട് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. അത് എടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തും നമ്മൾ സ്ക്രിപ്ചർ അല്ലെങ്കിൽ വചനമോ അല്ലെ ബൈബിളുമായിട്ട് തട്ടിച്ചു നോക്കുക. അപ്പം കൺഫെഷനെ കുറിച്ച് ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല, അതിന്മേൽ പ്രബലപ്പെടുകയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് സഭയെ സ്ഥാപിച്ച് അപ്പോസ്തോലിക അധികാരം കൊടുക്കുകയാണ് പത്രോസ് അപ്പോസ്തലന്, അല്ലേ? കെട്ടാനും അഴിക്കാനും, അല്ലേ? പാപങ്ങൾ കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ് പത്രോസ് അപ്പോസ്തലനോട്. അപ്പോൾ കൺഫെഷൻ എന്ന് പറഞ്ഞത് സഭ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെതിരായിട്ട് കൺഫെഷൻ വേണ്ട, അല്ലെങ്കിൽ ഹോളി മാസ് വേണ്ട, അല്ലെങ്കിൽ പുരോഹിതന്മാർ വേണ്ട, പൗരോഹിത്യം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഓരോ വിഷൻ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിൽ നിന്നല്ല, അവർക്ക് അവിടെ തെറ്റുപറ്റുവാണ്.
അതൊരു ഡിസപ്റ്റീവ് സ്പിരിറ്റ് വന്ന് സംസാരിക്കുവാണ്. ഇങ്ങനെ കുറേ അധികം ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് 1-2 വ്യക്തികൾ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ്, കൃത്യമായി കണ്ടു എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അതൊന്നും നമ്മൾ എടുക്കരുത്. എനിക്കെന്തെങ്കിലും വിഷൻ കിട്ടുവാണെങ്കിലോ അല്ലെ മറ്റുള്ളവർക്ക് കിട്ടുവാണെങ്കിലോ നമ്മൾ ആ സ്ക്രിപ്ചറുമായിട്ട് അതിനെ തട്ടിച്ച് നോക്കുക. അപ്പോൾ സ്ക്രിപ്ചറിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, സ്ക്രിപ്ചറുമായിട്ട് നമുക്കൊന്ന് തട്ടിച്ച് നോക്കാൻ പറ്റണം. അതാണ് അടുത്ത കാര്യം. അപ്പോൾ പ്രധാനമായിട്ട് ഞാൻ ഈ ക്ലാസ്സിൽ ഇങ്ങനെ 3-4 കാര്യങ്ങളാണ് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി അധികം കാര്യങ്ങൾ ഇനിയും ഉള്ള ഒത്തിരി പോയിൻറ്റ്സ് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എല്ലാം കൂടെ പറഞ്ഞാൽ എല്ലാം കൂടെ കൺഫ്യൂസായിട്ട് നമ്മളൊന്നും ഇല്ലാതെ പോലെ ആയിപ്പോകും. അപ്പോൾ ഈ 3-4 പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കുക. ഒന്നാമത് ദൈവം സംസാരിക്കുമ്പോൾ പീസായിരിക്കും. ദൈവം സംസാരിക്കുമ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല, ഇത് ഭയങ്കര ക്ലിയർ ആയിരിക്കും. ഒരു എക്സാജറേഷനും ഇല്ല, ഒരു ഡ്രാമയും ഇല്ല, വളരെ ക്ലിയർ ആയിരിക്കും. അത് നമുക്ക് നല്ല മെസ്സേജ് ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ദുഃഖം ഉളവാക്കുന്നതാണെങ്കിലും നമുക്കത് പീസ്ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും. അതേസമയം പിശാച് വരുമ്പോൾ അതൊരു വയലൻ്റ് അജിറ്റേഷൻ ആയിരിക്കും. അത് നമ്മളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. അത് നമുക്ക് ഒരു പീസ് തരത്തില്ല, ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കും, കെയോസ് ഉണ്ടാക്കും, മനസ്സിലാകെ സംശയങ്ങൾ മുളപൊട്ടും. അങ്ങനത്തെ എല്ലാം പിശാചിൽ നിന്നാണ്. പിന്നെ എന്ത് വിഷനും നമ്മൾ സ്ക്രിപ്ചറുമായിട്ട് തട്ടിച്ച് നോക്കുക. പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണത്. ഇമോഷണലിസത്തിൽ മാത്രം പോകും. അതായത് ഇൻ്റലക്ച്വലിസം വേണ്ടാന്ന് വെക്കും. അപ്പം ഞാനും തുടക്കത്തിൽ ഇച്ചിരി ടിൽറ്റഡ് ടുവേർഡ്സ് ഇമോഷണലിസം ആയിരുന്നു. ഇമോഷണലിസം വേണ്ടെന്നല്ല, ഇമോഷൻസ് വെച്ചാണ് നമ്മൾ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നത് അല്ലേ. ഇമോഷൻസ് കൊണ്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്, കർത്താവ് തന്നിരിക്കുന്നതാണ്. ഇമോഷൻസ് വെച്ചാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നത്. അപ്പം ഇമോഷൻ ഇല്ലെങ്കിൽ എനിക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല അല്ലേ. ഈശോയെ സ്നേഹിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നതെല്ലാം നമ്മുടെ ഇമോഷൻസ് വെച്ചാണ്. അതേസമയം ഉള്ളി ഇമോഷണലിസം ആണെങ്കിൽ സ്ക്രിപ്ചറോ പഠനമോ വൈദിക ബൈബിൾ പഠനമോ ഒന്നും ഇല്ല എങ്കിൽ നമുക്കവിടെ തെറ്റ് പറ്റാം. അതേസമയം ഇത് മാത്രമേ ഉള്ളെങ്കിൽ, ഇൻ്റലക്ച്വലിസം മാത്രമേ ഉള്ളെങ്കിൽ എഗെയിൻ നമുക്കവിടെ തെറ്റ് പറ്റാം. കാരണം ബുദ്ധി കൊണ്ട് മാത്രം എനിക്ക് കർത്താവിനെ അറിയാം, പക്ഷേ ഒരു ആത്മബന്ധമില്ല കർത്താവുമായിട്ട് അല്ലേ. എല്ലാം നമുക്കറിയാം, സ്ക്രിപ്ചർ പ്രകാരം ആരാണ്, ട്രിനിറ്റി എന്താണ്, എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അറിയാം. പക്ഷേ ഒരു ആത്മബന്ധവും ഇല്ല കർത്താവിനോട്. രണ്ടും പറ്റത്തില്ല. നമുക്കിതിൻ്റെ രണ്ടിൻ്റെ ഒരു മിക്സ് വേണം, ഒരു ബാലൻസ് വേണം. അതാണ് 4ാമത്തെ പോയിന്റ്. അപ്പോൾ ഈ 3-4 പോയിന്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരിയേറെ ഡിസെപ്ഷനിൽ നിന്ന് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇത് ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇതിനപ്പുറം കുറേ അധികം കാര്യങ്ങളൂടെ എനിക്ക് പറയാനുണ്ട്. പ്രധാനമായിട്ടും ഭയമില്ലാതിരിക്കുക, അല്ലെങ്കിൽ ഒരു സാങ്ക്ടിഫയിങ് ഗ്രേസിലായിരിക്കുക, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ഫണ്ടമെൻ്റൽ കാര്യം, ഈ 4 കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പം നിങ്ങൾക്കുണ്ടാവുന്ന പരിശുദ്ധാത്മ അനുഭവങ്ങൾ ഇതുമായിട്ട് തട്ടിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മളെയും ഡിസെപ്ഷനിൽ നിന്ന് കാത്തു സൂക്ഷിക്കാം. മറ്റുള്ളവർ ഡിസെപ്ഷൻ എന്തെങ്കിലും ഡിസീവിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുവാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. ലാസ്റ്റ് ടൈമിൽ ഒത്തിരി കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും എഴുന്നേറ്റിട്ട് കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിച്ച് കളയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് വളരെയേറെ ആവശ്യമാണ്. പക്ഷേ ഇതിൻ്റെ അടുത്ത പടി ഒരു ലെവലും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഷെയർ ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.